പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. അഭിഷേകാഗ്നിയെ വചനശുശ്രൂഷയെ സംബന്ധിക്കുവാൻ കർത്താവിനാൽ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിനും ഈശോയുടെ തിരുഹൃദയത്തിനും പ്രതിഷ്ഠിക്കുന്നു. ഈശോയുടെ തിരുഹൃദയം നിങ്ങളെ കാത്തുകൊള്ളട്ടെ. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിങ്ങൾ ആമേൻ പറയാൻ നോക്കിയിരിക്കുന്നു, ഞാൻ ഹല്ലേലൂയ പറയാൻ നോക്കിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ള സഹോദരങ്ങളെ, നിങ്ങൾ എല്ലാവരും പ്രത്യേകം ആത്മബാലകരുടെ എല്ലാവരുടെയും കൂട്ടായ്മ പ്രത്യേകം സ്വാഗതം ചെയ്യാണ് കേട്ടോ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ള സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ അഭിവാദ്യം ചെയ്യുന്നു കേട്ടോ. നമ്മൾ ഇങ്ങനെ ഈ അഭിഷേകാഗ്നിയുടെ എപ്പിസോഡുകൾ കാണുന്നത് ഒരുപാട് ദൈവാനുഗ്രഹപ്രദമാണ്. ചിലപ്പോൾ പക്ഷേ അഭിഷേകാഗ്നിയുടെ ഇപ്പോഴത്തെ എപ്പിസോഡ് 900 അല്ലെങ്കിൽ 1000 അല്ലെങ്കിൽ അങ്ങനത്തെ ഏതെങ്കിലുമൊക്കെ എപ്പിസോഡായിരിക്കും ചിലപ്പോൾ കാണാൻ ഇടവരുന്നത്. അങ്ങനെ കാണാൻ ഇടവരുന്ന ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ പഴയ എപ്പിസോഡുകളും എല്ലാം എടുത്ത് കാണുന്നത് നല്ലതാണ്. പ്രൈസ് ദി ലോർഡ്. വചനങ്ങൾ അങ്ങനെ എഴുതി വെക്കുന്നതിനകത്ത് കാര്യമുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, താമസിച്ചൊരു ധ്യാന കേന്ദ്രത്തിൽ പോയി സംബന്ധിക്കുമ്പോൾ ഈശോ നൽകുന്നത് പോലത്തെ അനുഗ്രഹങ്ങൾ ഈ അഭിഷേകാഗ്നി എപ്പിസോഡ് കാണുന്ന സമയത്തുണ്ടാവും. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ അഭിഷേകം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അട്ടപ്പാടിക്ക് വരാൻ തോന്നും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അത് വലിയൊരു അനുഗ്രഹത്തിന് അടുത്തൊരു അനുഗ്രഹത്തിലേക്ക് കർത്താവ് നമ്മളെ എടുത്ത് ഉയർത്തും. ഒരു സാക്ഷ്യം കണ്ടാൽ ഞാൻ പറഞ്ഞത് കറക്റ്റ് ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ശ്രദ്ധിക്കാം. എൻ്റെ പേര് സവിത വർഗീസ്. ഞാൻ ട്രിവാൻഡ്രത്ത് നിന്ന് വരുന്നു. ഞാൻ വർക്ക് ചെയ്യുന്ന തായ്ലൻഡിലാണ്. പക്ഷേ ഞാൻ എപ്പോഴൊക്കെ ലീവിന് വരുന്നു അപ്പോഴൊക്കെ ഞാൻ ഇവിടെ വരാറുണ്ട്. ഭയങ്കര വിശ്വാസമാണ് എനിക്ക്. അഭിഷേകാഗ്നി എപ്പോഴും ഞാൻ സ്ഥിരമായി കാണുന്ന ഒരു വ്യക്തിയാണ്. ആക്ച്വലി ഞാൻ കണ്ടു തുടങ്ങിയതൊരു 800 സംതിങ് എപ്പിസോഡിലെന്തോ കണ്ടു തുടങ്ങിയതാണ്. പക്ഷെ ഞാൻ മുഴുവനും കണ്ടു തീർത്തു. ബാക്കിലോട്ട് പോയി മുഴുവനും കണ്ടു തീർത്തു. അതെൻ്റെ ഒരു നിയോഗമായിരുന്നു. കാര്യം ഞാൻ ഏറ്റവും നിയോഗത്തിൽ ഫസ്റ്റ് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് വെച്ചത് എൻ്റെ ഹസ്ബൻഡിൻ്റെ മദ്യപാനം മാറുക എന്നുള്ളതായിരുന്നു. ഞങ്ങളുടെ കല്യാണത്തിന് മുമ്പേയും ഹസ്ബൻഡ് മദ്യപിക്കുമായിരുന്നു. ഏകദേശം ഒരു 18 to 20 ഇയേഴ്സ് എനിക്ക് തോന്നുന്നു മദ്യപിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. പക്ഷേ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി, അഭിഷേകാഗ്നി സ്ഥിരമായി കാണുന്നതിൻ്റെ ഫലമായി ഒരു 3-3.5 വർഷത്തോളമായി ഇപ്പം മൊത്തത്തിൽ മദ്യപാനം നിർത്തിയിട്ടുണ്ട്. ഒരു തുള്ളി പോലും ഇപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്ന പോലും ഇല്ല. തുള്ളി പോലും കളിക്കില്ലല്ലേ? അതിനെക്കുറിച്ച് ഇപ്പോൾ ചിന്തിക്കത്തേ ഇല്ല. ചിന്ത പോലും ഇല്ല. മറ്റേ ആഷിക്കിന് കിട്ടിയ പോലെ സ്മെല്ല് പോലും അടിക്കാൻ പറ്റാത്ത ഒരു കർത്താവ് ശരീരത്തെ മാറ്റി. പിന്നെ പണ്ടൊക്കെ ഫ്രണ്ട്സ് വിളിക്കുമ്പോഴത്തേക്കും അതിൻ്റെതായ ഇതിൽ പോവുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഫ്രണ്ട്സ് വിളിച്ചാലും എത്ര തന്നെ കമ്പൽ ചെയ്താലും വേണ്ട, എനിക്ക് അതിനോട് താല്പര്യമില്ല എന്ന് തന്നെ അങ്ങ് ധൈര്യമായി പറയും. അപ്പോൾ പൂർണ്ണമായ വിശ്വാസത്തിലാണ്. അതാണ് ഏറ്റവും വലിയൊരു സാക്ഷ്യം. അഭിഷേകാഗ്നി കണ്ട് പ്രാർത്ഥിച്ച സമയത്ത് ഈ സഹോദരി ഏതാണ്ട് 800 എപ്പിസോഡ് തൊട്ട് കാണാൻ തുടങ്ങിയത്. പക്ഷേ അതിന് പിറകിൽ 1 തൊട്ട് ഇപ്പോൾ എത്ര എപ്പിസോഡ് കഴിഞ്ഞോ അത് മൊത്തം കണ്ടു തീർത്തു അല്ലേ? മൊത്തം കാണുന്നത് മാത്രമല്ല, ഞാൻ ബാക്കിലോട്ട് കണ്ട എല്ലാ വചനങ്ങളും ഞാൻ എഴുതിയെടുത്തിട്ടുണ്ട്. ഒരുപാട് ബുക്കുകളുണ്ട് എൻ്റെ കയ്യിൽ. എല്ലാ വചനങ്ങളും അഭിഷേകാഗ്നിയുടെ ഡയറികൾ ഇങ്ങനെ ഓരോന്നിനും അടുക്കി നമ്മളെന്താ പറയുക, മ്യൂസിയത്തിലേക്ക് സൂക്ഷിച്ചിരിക്കുന്ന പോലെ പ്രത്യേക നല്ല പൊതിഞ്ഞ് സൂക്ഷിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. കർത്താവിൻ്റെ ഒരു വലിയ കരുണ ഉണ്ടാവും. ദൈവവചനം കേട്ടവർ പ്രാർത്ഥന ചെയ്യുമ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് വിടുതൽ പ്രാപിക്കുന്നുണ്ടാവും. ആ സഹോദരിയുടെ ഭർത്താവ് കല്യാണത്തിന് മുമ്പേ കൂടി തുടങ്ങിയതാണ്. അതുപോലെ തന്നെയാണ് പണ്ട് മദ്യപിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇങ്ങനെ ഫ്രണ്ട്സിനോട് പോകുമ്പോഴും നമ്മൾ വീട്ടിൽ ഭയങ്കര അസ്വസ്ഥയായിരുന്നു. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പൊ വീട്ടിൽ നല്ല സന്തോഷം, സമാധാനം. മാത്രമല്ല എല്ലാ ദിവസവും ഞങ്ങൾ ജപമാല കറക്റ്റായിട്ട് ചൊല്ലുന്നുണ്ട്. ഒരു ദിവസം മുടങ്ങാതെ. വീട്ടിൽ പ്രാർത്ഥന, അതുപോലെ വചനം വായിക്കാൻ, വിശുദ്ധ കുർബാന, ദൈവിക കാര്യങ്ങളോടൊക്കെ താല്പര്യം, ഇതൊക്കെ അങ്ങ് വർദ്ധിച്ചു.
പിന്നെ അത് മാത്രമല്ല എനിക്കും രോഗസൗഖ്യം ഉണ്ടായിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ എനിക്ക് ഭയങ്കര തലകറക്കമായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തലകറക്കം വരും, ഒരു ബാലൻസ് തെറ്റുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ വട്ടാലച്ചൻ എൻ്റെ തലയ്ക്ക് പിടിച്ചിട്ട് പറഞ്ഞു സുഖമായിക്കോളും കേട്ടാന്ന് പറഞ്ഞു. അപ്പോൾ അതുപോലെ തന്നെ പിന്നെ സോജി അച്ഛൻ പറഞ്ഞു ജപമാല ധരിക്കണം. ഞാൻ പണ്ട് ജപമാല രാത്രി കിടക്കുമ്പോൾ മാത്രം ഒരു ധൈര്യത്തിന് വേണ്ടി എപ്പോഴും ഉപയോഗിക്കുന്ന ആളായിരുന്നു. പക്ഷേ സോജി അച്ഛൻ എന്നോട് പറഞ്ഞു ജപമാല എപ്പോഴും കഴുത്തിൽ വേണം, അതായിരിക്കും ബലം, അതിട്ട് നോക്കൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇവിടെ വന്നതിന് ശേഷം പിന്നെ സ്ഥിരമായി ഞാൻ ജപമാല ഉപയോഗിക്കും. അതിനുശേഷം എനിക്ക് തലകറക്കം പൂർണ്ണമായിട്ട് മാറി. പിന്നെ വയറിനൊരു ചെറിയൊരു അൾസറിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു. അത് ഞാൻ അപ്പോൾ ഡോക്ടർ ചെക്ക് ചെയ്തപ്പോൾ പറഞ്ഞു ബയോപ്സിക്ക് അയക്കണം. അപ്പോൾ ഞാൻ ഒരുപാട് സങ്കടപ്പെട്ടായിരുന്നു, ബയോപ്സിക്ക് അയക്കുമ്പോൾ റിസൾട്ട് എന്താവും, പക്ഷെ ഒരു കുഴപ്പമില്ല. ക്യാൻസർ വല്ല ആവുമോ എന്നൊക്കെയാണ് ഈ ബയോപ്സി എന്ന് കേൾക്കുമ്പോഴത്തേക്ക് ആൾക്കാർ ക്യാൻസർ ആവുമെന്ന് പെട്ടെന്ന് ഒരു ഭയം വരും. പക്ഷെ അതൊന്നും ഇല്ലാതെ കർത്താവ് ഇവിടുത്തെ നമുക്ക് എന്തെല്ലാം ദൈവിക കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ജപമാല, ബന്ധിങ്ങം, അതുപോലെ എന്താ പറയുക, എൻ്റെ റോസറി കൊന്ത അല്ലേ കയ്യിലേക്ക് ഇടുന്നില്ലേ, അതൊക്കെ അനുഗ്രഹമാണ്. നല്ല അങ്ങനത്തെ വിശുദ്ധമായിട്ടുള്ള കാര്യങ്ങളും വസ്തുക്കളും വിശുദ്ധ വസ്തുക്കളൊക്കെ ഉപയോഗിക്കുക. വീടൊക്കെ വെഞ്ചരിച്ച വസ്തുക്കൾ ഉപയോഗിക്കുക, വാഹനങ്ങളൊക്കെ വെഞ്ചരിക്കുക, സന്ധ്യാപ്രാർത്ഥന ചെയ്യുക, അഭിഷേകാഗ്നി കാണുക, ഹോളി സ്പിരിറ്റ് ഈവനിങ് ശുശ്രൂഷ കൂടുക, ഇങ്ങനെയൊക്കെ ചെയ്യുക. അപ്പോൾ കർത്താവ് എല്ലാ വിധത്തിലുള്ള പൈശാചിക ആക്രമണങ്ങളിൽ നിന്നും, രോഗത്തിൽ നിന്നും, പീഡയിൽ നിന്നും, അശുദ്ധിയിൽ നിന്നും, അതുപോലെ ആസക്തികളിൽ നിന്നൊക്കെ നമ്മൾ വിട്ടുവയ്ക്കും. ഇപ്പോൾ എല്ലാം പല മേഖല സൗഖ്യവും വിടുതലെല്ലാം കിട്ടി. ശരിക്കും സാക്ഷ്യങ്ങൾ കാണുമ്പോൾ വലിയൊരു പ്രസംഗം കേൾക്കുന്നത് പോലെയാണ് അല്ലേ? അപ്പോൾ അതങ്ങനെ സാക്ഷിയൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് അത് നന്നായിട്ട് അങ്ങ് ഏറ്റെടുക്കണം. അഭിഷേകൻ്റെ എപ്പിസോഡുകൾ പകുതി മുതൽ കണ്ടു തുടങ്ങിയവരൊക്കെ ശരിക്കും തുടക്കം വരുന്നത് കണ്ടോ, ആ വചനങ്ങൾക്ക് ഒന്ന് എഴുതിയെടുത്തോ, അതൊക്കെ വളരെ നല്ലതാണ്. പിന്നെ അട്ടപ്പാടിയിലൊക്കെ നിങ്ങൾക്ക് വരണം, അതൊക്കെ ഒരു ആഗ്രഹമായിട്ട് വെച്ചാൽ കർത്താവ് അതങ്ങ് അനുവദിക്കും. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ ഓൺലൈൻ ശുശ്രൂഷകളെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു കോണ്ടെക്സ്റ്റ് വന്നതുകൊണ്ടെന്ന് പറയാം, മനസ്സിലാക്കുന്നത് നല്ലതാണ്. നമുക്ക് ഈ അഭിഷേകത്തിൻ്റെ ശുശ്രൂഷ, ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ശുശ്രൂഷ ഞായറാഴ്ച രാത്രി 8:30 മണിക്ക് ശാലോം TV-യിൽ, അത് കൂടാതെ എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 11 മുതൽ 11:30 വരെയുള്ള സമയത്ത് ഇതിൻ്റെ പുനഃസംപ്രേഷണം ശാലോം TV തന്നെയുണ്ട്. ഇപ്പോൾ ചിലപ്പോൾ ഞായറാഴ്ച കാണാൻ പറ്റിയില്ലെങ്കിൽ പിറ്റേ വെള്ളിയാഴ്ച നോക്കിയിരുന്നാൽ അത് കാണാം. പിന്നെ യൂട്യൂബിൽ കിട്ടും എങ്കിൽ പോലും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ശുശ്രൂഷയാണ് ഇപ്പോൾ സാംസണച്ചൻ ഓൾറെഡി ഇത് മെൻഷൻ ചെയ്തു, ഹോളി സ്പിരിറ്റ് ഈവനിങ്. ഹോളി സ്പിരിറ്റ് ഈവനിങ് ശുശ്രൂഷ എല്ലാ ബുധനാഴ്ചകളും 6:30 മുതൽ 9 വരെയുള്ള സമയത്താണ് യൂട്യൂബ് ചാനലിൽ കിട്ടുന്നത്. അപ്പോൾ അതൊരു പാക്കേജ് ശുശ്രൂഷയാണ്. പിന്നെ നമ്മുടെ അഭിഷേക നിശ്ചയ ശുശ്രൂഷ നിങ്ങൾക്കറിയാം, അത് പിന്നെ ഓൺലൈനായിട്ടാണ് 8 മണി മുതൽ തിങ്കളാഴ്ച വൈകുന്നേരം 8 മണി മുതൽ 9 മണി വരെ. അത് ശരിക്കും പ്രഗ്നൻ്റ് ആയ അമ്മമാർക്കുള്ള പ്രത്യേകമായ ശുശ്രൂഷയാണ്. ഹല്ലേലൂയ. പിന്നെ ഉള്ളത് നമ്മുടെ കുഞ്ഞു ടോക്ക്, അതിപ്പോ നിങ്ങൾക്ക് എപ്പോഴും കിട്ടും, എല്ലാ ദിവസവും. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. 4 ഒരു പാക്കേജ് മുറുകെ പഠിക്കണം കേട്ടോ. പ്രിയമുള്ള സഹോദരങ്ങളെ, നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ഇന്ന് അഭിഷേകത്തിനെ കണ്ട് നമ്മൾ കർത്താവിനെ ആരാധിക്കുമ്പോൾ ഈശോ അവിടെ വരുവാണല്ലോ. ഈശോ അവിടെ വരുന്നത് കൊണ്ടാണല്ലോ ഇങ്ങനെയൊക്കെ. നിങ്ങൾ ചിന്തിച്ച് നോക്കി, എത്ര പല സ്ഥലത്ത് പോയി രക്ഷപ്പെടാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ ഒരഭിഷേകത്തിനെ കാണുമ്പോൾ ദൈവം ഇടപെടുമല്ലേ? ഈശോ വരുന്നത് കൊണ്ടല്ലേ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് എഴുന്നേക്കാം. എഴുന്നേറ്റ് നന്നായിട്ട് അങ്ങോട്ട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ ആരാധന, ഈശോയെ ആരാധന. കർത്താവെ സ്തുതിക്കുന്നു. കർത്താവേ ഈ ശുശ്രൂഷകൾ അങ്ങ് സംപ്രീതനാകുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഞങ്ങളുടെ അടുത്ത് ഞങ്ങൾ അനുഗ്രഹിക്കുന്ന കർത്താവേ, ഓ കർത്താവേ, ബലവാനെ, അമർത്യനെ, പരിപാവനനെ ഞങ്ങളങ്ങ് ആരാധിക്കുന്നു. കൈയടിച്ച് കൈ ഉയർത്തി കൈയടിച്ച് ഹല്ലേലൂയ. പവർ പവർ പരിശുദ്ധൻ ഓ കർത്താവായ ദൈവമേ, ഇപ്പോൾ ഈ സമൂഹത്തിന്റെ മേൽ അവിടുന്ന് കരുണയോടെ കരം നീട്ടണമേ കർത്താവേ. ഓ ദൈവമേ, കുരിശിൽ രക്തം വിലയായി കൊടുത്ത് കർത്താവേ ഞങ്ങളെ വിലയ്ക്ക് വാങ്ങിയ കർത്താവേ, സാത്താന്റെ തല തകർത്ത കർത്താവേ, ഉച്ചതനായ കർത്താവേ, ഈ സമൂഹത്തിന്റെ മേൽ ആകാശം ഛായിച്ച് അവിടുന്ന് ഇപ്പോൾ വ്യാപരിക്കണമേ. തലയെ തകർക്കാൻ വന്നവനെ, പാപത്തിൻ വിഷസർപ്പത്തിൻ തലയെ തകർക്കാൻ വന്നവനെ, കാൽമ
രക്തത്താൽ വിടുതൽ നൽകിയ ദൈവമേ, Deliverance. രക്തത്താൽ വിടുതൽ നൽകിയ ദൈവമേ, കൈകൾ ഉയർത്തി പാവനേനി പരിശുദ്ധൻ, ബലവാനേനി പരിശുദ്ധൻ, അമർത്യനേ പരിശുദ്ധൻ, കൃപതൂകണമേ. വലിയ സന്തോഷത്തോടെ പാവനേനി പരിശുദ്ധൻ, വിടുതൽ. ബലവാനേനി പരിശുദ്ധൻ, അമർത്യനേ പരിശുദ്ധൻ, Power. കൃപതൂകണമേ എന്നും. Hallelujah. പാവനേനി പരിശുദ്ധൻ, ആവർത്തിച്ച് ബലവാനേനി പരിശുദ്ധൻ, അമർത്യനേ പരിശുദ്ധൻ, കൃപതൂകണമേ എന്നും. ഹല 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 ഹല. ഓ കർത്താവായ ദൈവമേ, ഈ സമൂഹത്തെ പോലെ ആശീർവദിക്കുന്നു, ഈ സമൂഹത്തിന് വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. ഓ കർത്താവ്, ഇന്നേവരെ അർപ്പിച്ച വിശുദ്ധ കുർബാനകളുടെ യോഗ്യതകളാൽ, ഓ കർത്താവ്, ഇന്നേവരെ അർപ്പിച്ച ജപമാലകളുടെ യോഗ്യതകളാൽ, സർവോപരി ഈശോമിശിഹായുടെ കുരിശുമരണത്തിന്റെ ഉത്ഥാനത്തിന്റെ യോഗ്യതയാൽ, ഓ ദൈവമേ, ഈ കുടുംബങ്ങളുടെ ശല്യം ചെയ്ത ദുരാത്മ സേനകളെയും നാരക സേനകളെയും പൈശാചിക ആധിപത്യങ്ങളെയും രോഗപീഠകളെയും തിന്മയുടെ ബന്ധനങ്ങളെയും അകത്തുനിന്ന് പുറത്തുനിന്നുള്ള തിന്മയുടെ ദുർസ്വാധീനങ്ങളെയും നാസറായനായ യേശു നാമത്തിൽ ശാസിക്കുന്നു, ഗദ്ദിക്കുന്നു, ബഹിഷ്കരിക്കുന്നു, കുരിശിന് വിളിച്ച് ആട്ടിപ്പായുന്നു, വിട്ടൊഴിഞ്ഞ് വിടുതൽ ഭാവിക്കട്ടെ. ഓ കർത്താവേ, കഠിനമായ മദ്യപാന മൂലം തകർന്നു കിടക്കുന്ന കുടുംബങ്ങളോട് കർത്താവിന്റെ യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു, മദ്യപാനത്തിന് കെട്ടഴിഞ്ഞ് കുടുംബങ്ങൾ വിടുതൽ ഭാവിക്കട്ടെ. ശരീരത്തെ അശുദ്ധമാകുന്ന തഴക്ക ദോഷങ്ങൾ, സകല ചെടിക പാപങ്ങളുടെ സ്വാധീനങ്ങൾ, ലഹരി വസ്തുക്കളുടെ അടിമത്തങ്ങൾ, ഓ കർത്താവായ യേശു നാമത്തിൽ കൽപ്പിക്കുന്നു, ശാസിക്കുന്നു, ബന്ധിക്കുന്നു, വിട്ടൊഴിഞ്ഞ് നിത്യം നിബന്ധിക്കുക. കുടുംബങ്ങളെ കലങ്ങ്, വഴക്ക്, കേസുകൾ, അതിർത്തി തർക്കങ്ങൾ, ഭിന്നത, വൈരാഗ്യം, അടിപിടി, ഇതുപോലുള്ള തിന്മയുടെ ദുരാത്മ സേനകളോട് യേശു നാമത്തിൽ കൽപ്പിക്കുന്നു, കുടുംബങ്ങളെയും സമൂഹങ്ങളെ വിട്ടൊഴിഞ്ഞ് നിത്യം നിബന്ധിക്കുക. യേശു ആരാധന ആരാധന, യേശു ആരാധന ആരാധന, സ്വയ ആരാധന ആരാധന, യേശു ആരാധന, സ്വയ ആരാധന, സ്വയ ആരാധന, സ്വയ ആരാധന, ആരാധന, ആരാധന. പരിശുദ്ധ അമ്മേ മാതാവേ, ഞങ്ങളൊരു മനസ്സോടെ പ്രാർത്ഥിക്കുകയാണ്. ഒരുപാട് മേഖലകളിൽ കർത്താവ് ഞങ്ങൾക്ക് വിടുതൽ തന്നെന്ന് ഞങ്ങൾ ഉറപ്പായി വിശ്വസിക്കുകയാണ്. ഞങ്ങൾ വിശ്വസിക്കുകയാണ്. പരിശുദ്ധ അമ്മേ, ഞങ്ങൾക്കുള്ള നന്ദി ഈശോയോട് ഞങ്ങൾ ആഗ്രഹിക്കുന്ന മനസ്സിൻ്റെ അതിനേക്കാൾ വലുതായി അമ്മ പറയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവും. പരിശുദ്ധ മറിയമ്മേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ഇരിക്കാം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം, ആത്മാവിൽ ഈശോയ്ക്ക് സിംഹാസനം ഒരുക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. സന്തോഷത്തോടെ പറയാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രത്യേകിച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിലൊക്കെ ആദ്യ കുർബാന സ്വീകരിക്കുന്ന മാസങ്ങളാണ് കുട്ടികൾ. അപ്പോൾ കുട്ടികളോട് പറഞ്ഞു കൊടുക്കും, ദാ ഹൃദയത്തിൽ ഈശോ എഴുന്നള്ളി വരും. ആ സിംഹാസനത്തിൽ, ഹൃദയത്തിൻ്റെ സിംഹാസനത്തിൽ ഈശോ വന്നിരിക്കും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്താൽ മാത്രം പോരാ. നമ്മുടെ ജീവിതത്തിൽ ഈശോയ്ക്ക് വേണ്ടി ഹൃദയത്തിൽ എപ്പോഴും ഒരു സിംഹാസനം ഒരുക്കിക്കൊണ്ടിരിക്കണം. വിലാപങ്ങളുടെ പുസ്തകത്തിൽ 5-ാമത്തെ അധ്യായത്തിൽ 19-ാം തിരുവചനം, ബുക്ക് ഓഫ് ലാമെന്റേഷൻസ് ചാപ്റ്റർ 5 വേഴ്സ് 19. എന്നാൽ കർത്താവേ, അങ്ങ് എന്നേക്കും വാഴുന്നു, അങ്ങയുടെ സിംഹാസനം തലമുറകളോളം നിലനിൽക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ കർത്താവിൻ്റെ സിംഹാസനം തലമുറകളോളം നിലനിൽക്കുന്നതാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവ് എന്നേക്കും വാഴുന്നു. നമ്മുടെ പല പ്രാർത്ഥനകളിലും നമ്മൾ വായിക്കുന്നുണ്ട്, കർത്താവേ, അങ്ങ് ഹൃദയത്തിൽ രാജാവായി എഴുന്നള്ളി വരണമേ, അവിടുന്ന് എൻ്റെ ഹൃദയത്തിൽ വാസം ഉറപ്പിക്കണമേ.
പ്രൈസ് ദി ലോർഡ്. Praise the Lord. വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ ഹൃദയത്തിൽ ദൈവരാജാവ് എഴുന്നള്ളി വരികയാണ്. വചനം ശ്രവിക്കുക എന്ന വ്യക്തിയെക്കുറിച്ച് ദൈവാത്മാവ് വെളിപ്പെടുത്തുന്നുണ്ട് യോഹന്നാൻ 14. അപ്പോൾ ഞങ്ങൾ അവൻ്റെ അടുത്തു വന്ന് അവനിൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും വാസം ഉറപ്പിക്കുമെന്ന് പഠിപ്പിക്കുകയാണ്. അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ 7-ാമത്തെ അധ്യായത്തിൽ 49-ാം തിരുവചനം, ബുക്ക് ഓഫ് ആക്ട്സ് ചാപ്റ്റർ 7:49. സ്വർഗം എൻ്റെ സിംഹാസനം, ഭൂമി എൻ്റെ പാദപീഠവും. കർത്താവ് അരുളി ചെയ്യുന്നു, ഏതു തരം ഭവനം നിങ്ങൾ എനിക്ക് വേണ്ടി നിർമ്മിക്കും? ഏതാണ് എൻ്റെ വിശ്രമ സ്ഥലം? ഹല്ലേലൂയ. Hallelujah. പഴയ നിയമ ഭാഗത്തെ കോട്ട് ചെയ്തുകൊണ്ട് അവിടെ പ്രസംഗത്തിൽ രേഖപ്പെടുത്തുകയാണ്. അതിതാണ്, ദാവീദിന് ആലയം പണിയണമെന്ന ആഗ്രഹം, പക്ഷെ സോളമനാണ് ആലയം പണിയാൻ ഇടവന്നത്. എന്നിട്ട് കർത്താവ് തന്നെ ചോദിക്കുകയാണ്, സ്വർഗം എൻ്റെ സിംഹാസനം, ഭൂമി എൻ്റെ പാദപീഠം, നിങ്ങൾ എങ്ങനത്തെ ഒരു ആലയം എനിക്ക് വേണ്ടി നിങ്ങൾ നിർമ്മിക്കും? ഏതാണ് എൻ്റെ വിശ്രമ സ്ഥലം? പ്രൈസ് ദി ലോർഡ്. Praise the Lord. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദേവാലയം മനോഹരമായി നിർമ്മിക്കുമ്പോൾ, ദേവാലയത്തിൽ കുദാശ ചെയ്യുന്ന സമയത്ത് ദൈവം അവിടെ എഴുന്നള്ളി വന്നു, ദൈവം അവിടെ വസിക്കുന്നു. ബലിപീഠം, സക്രാരി, ഇതൊക്കെ പ്രധാനപ്പെട്ട മേഖലകൾ നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിൻ്റെ ഭാഗമായി നമുക്കുണ്ട്. എൻ്റെ സഹോദരങ്ങളെ, അതുപോലെ തന്നെ ദൈവം നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്നുണ്ട്. 22-ാമത്തെ സങ്കീർത്തനത്തിൽ 3-ാം തിരുവചനം, അത് നമ്മൾ ആദ്യ വേദപാഠ ക്ലാസ്സുകളിലൊക്കെ പഠിക്കുന്ന ഒരു ഭാഗമാണ്. ദൈവം ആരാകുന്നു 1-ാം ക്ലാസ്സിൽ. അപ്പം നമ്മൾ പഠിച്ചു ദൈവം പിതാവാകുന്നു. പിന്നെ അടുത്ത ദൈവം എത്രയാകുന്നു. പിന്നെ ഒരു ചോദ്യമാണ്, ദൈവം എവിടെയാണ് വസിക്കുന്നത്? അന്ന് നമ്മൾ കാണാതെ പഠിച്ചു സ്തുതിയുടെ സിംഹാസനത്തിൽ. അതാണ് വചനം. ഇസ്രായേലിന്റെ സ്തുതിയുടെ സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നവനെ അവിടുന്ന് പരിശുദ്ധനാണ്. സന്തോഷത്തോടെ പറഞ്ഞ ഹല്ലേലൂയ. Hallelujah. അപ്പോൾ ആര് ഹൃദയത്തിൽ സിംഹാസനം ഒരുക്കിയിടുന്നുവോ അവിടെ കർത്താവ് വന്നിരിക്കും, അവിടെ കർത്താവ് ആഗതനാകും, അവിടെ കർത്താവ് എന്നേക്കും രാജാവായി എഴുന്നള്ളി വന്ന് വാസം ഉറപ്പിക്കുമെന്ന് വചനം വെളിപ്പെടുത്തുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട സേവർക്ക വട്ടാരച്ചനും പല അച്ഛന്മാരും ഒക്കെ മെൻഷൻ ചെയ്ത ഒരു പുസ്തകമാണ് ഭൂലോകത്തിൻ്റെ വിജയരാജ്ഞി എന്ന് പറയുന്നൊരു പുസ്തകം. നിങ്ങളത് കേട്ട് പരിചയമുണ്ട്. നഥാനിയ എന്ന് പറയുന്നൊരു സിസ്റ്ററിന് ദൈവാത്മാവ് വെളിപ്പെടുത്തി കൊടുത്ത ഒരു ഭാഗങ്ങളാണ്. ആ സിസ്റ്റർ ഒരു വിശുദ്ധ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പദവിയിലേക്കൊക്കെ ഉയർന്നുകൊണ്ടിരിക്കുന്ന സിസ്റ്ററാണ്, നമ്മുടെ വിശുദ്ധ ഫൗസ്തീന എന്നതുപോലെ. എൻ്റെ സഹോദരങ്ങളെ, അതിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു കാര്യം ഈ നാളുകളിൽ വായിച്ചത് നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടുമെന്ന് എനിക്ക് തോന്നി. അപ്പോൾ വചനം അതുങ്ങൾ കൂട്ടിച്ചേർത്ത് പറയാമെന്ന് വിചാരിക്കുകയാണ്. അവിടെ ദൈവാത്മാവ് വെളിപ്പെടുന്നത് എങ്ങനെയാണ്? ഒരാത്മാവിൽ ചുരുങ്ങിയ കാലയളവിനുള്ളിൽ എനിക്കൊരു സിംഹാസനം പണിയുന്നതിന് ഒരു 3 കാര്യങ്ങൾ ആവശ്യമായിട്ടുണ്ട്. ഹല്ലേലൂയ. Hallelujah. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ചിലപ്പോൾ ചില ആൾക്കാർ സാക്ഷ്യം തന്നെ നിങ്ങൾ പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും. വീട് പണി തുടങ്ങി 3 മാസം കൊണ്ട് വീട് പണിതു, 6 മാസം കൊണ്ട് വീട് പണിത്, അല്ലേ? ചിലത് 6 വർഷമായിട്ട് പണിയാൻ പറ്റുന്നില്ല. അപ്പോൾ സാക്ഷ്യങ്ങൾ എത്ര സാക്ഷ്യങ്ങൾ കണ്ടിട്ട് പെട്ടെന്ന് നൊട്ടിയടിക്കും, വരികളെല്ലാം ശരിയായി എന്ന് പറയുന്നത് പോലെ തന്നെ കർത്താവ് പറയുകയാണ്, ഒരു ചുരുങ്ങിയ കാലയളവ്, ചുരുങ്ങിയ സമയം കൊണ്ട് നിങ്ങളുടെ ഹൃദയത്തിനുള്ളിൽ ഒരു സിംഹാസനം ഒരുക്കാൻ, എനിക്കൊരു വാസസ്ഥലം ഒരുക്കാൻ ഒരു 2-3 കാര്യങ്ങളുണ്ടെങ്കിൽ വളരെ നല്ലതാണെന്ന് പറയുകയാണ്. കർത്താവ് തന്നെ പറയുകയാണ്. പ്രധാനം പറയും, വീട് പണിയുമ്പോൾ ഒന്ന് ലോൺ എടുക്കണം, അല്ലെങ്കിൽ സ്ഥലം റെഡിയാക്കണം, പല കാര്യങ്ങളുണ്ട്, എല്ലാം കൂടെ സെറ്റ് ചെയ്ത് വെക്കും എന്ന് പറഞ്ഞ പോലെ ഒരു 3 കാര്യങ്ങളെക്കുറിച്ച് പറയാം. എന്നിട്ട് ആ സിസ്റ്ററിലൂടെ ദൈവാത്മാവ് വെളിപ്പെടുന്ന ഇങ്ങനെയാണ്, എൻ്റെ കർത്താവിൻ്റെ പുരോഹിതര് അല്ലെങ്കിൽ ഇങ്ങനത്തേക്കുള്ള ആത്മാക്കളെ നയിക്കുന്നവരെല്ലാം ഇങ്ങനത്തെ കാര്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പ്രസംഗത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പം അതും കൂടെ വായിച്ചപ്പോൾ ഞാൻ തീരുമാനിച്ചു, എന്തായാലും ശരി, നമ്മുടെ സ്വന്തങ്ങളാണല്ലോ നിങ്ങളുടെ അങ്ങ് പറയാമെന്ന് വിചാരിച്ചു. പറഞ്ഞ ഹല്ലേലൂയ. ഉച്ചത്തിൽ പറയാം ഹല്ലേലൂയ. സഹോദരങ്ങളെ, നമ്മുടെ ഹൃദയം ദൈവത്തിൻ്റെ ഒരു അല്ലെങ്കിൽ ഒരു സിംഹാസനമായി മാറണമെന്നുണ്ടെങ്കിൽ അവിടെ ചില ടേമുകൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ അങ്ങനെ തന്നെ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറയാം. ഹൃദയത്തിൻ്റെയും ആത്മാവിൻ്റെയും ഒരു വെടിപ്പ് നന്നായിട്ട് സൂക്ഷിക്കണം. ശരീരം നമ്മൾ നന്നായിട്ട് വെടിപ്പായിട്ട് സൂക്ഷിക്കണം നമ്മൾ പറയും, ശരീരം വൃത്തിയായിട്ട് എന്ന് പറയുന്നത് പോലെ ആത്മാവും ഹൃദയവും എപ്പോഴും നല്ല വെടിപ്പുള്ളതായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. വെളിപാടിന്റെ പുസ്തകത്തിൽ 22-ാമത്തെ അധ്യായത്തിൽ 11-ാം തിരുവചനം, ബുക്ക് ഓഫ് റെവലേഷൻ ചാപ്റ്റർ 22:11, അതിന്റെ അവസാന ഭാഗമാണ് നമ്മൾ വായിക്കുന്നത്. അവിടെ വചനം വെളിപ്പെടുത്താണ്, വിശുദ്ധൻ ഇനിയും വിശുദ്ധീകരിക്കപ്പെടട്ടെ. ഹല്ലേലൂയ. ആ വചനം നമുക്ക് നേരിട്ട് പറയാം. വിശുദ്ധൻ ഇനിയും വിശുദ്ധീകരിക്കപ്പെടട്ടെ. ഒന്നുകൂടെ തന്നെ പറയാം, വിശുദ്ധൻ ഇനിയും വിശുദ്ധീകരിക്കപ്പെടട്ടെ. ഒന്നുകൂടെ പറയാം, വിശുദ്ധൻ
ഇനിയും വിശദീകരിക്കപ്പെടട്ടെ. ഒരു വചനം പഠിച്ചില്ലേ, ഓർത്തിരിക്കാൻ എളുപ്പം. 22:11. 22 നേരെ അല്ല ഓപ്പോസിറ്റ് എടുത്തിട്ട് 11 + 11 22. പെട്ടെന്ന് വചനം പഠിക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ സഹോദരങ്ങൾ, വിശുദ്ധനെന്ന് കരുതുന്ന ആള് ഇപ്പം ഞാൻ കുറച്ച് കാലങ്ങളൊക്കെ ആയിട്ട് വലിയ കുഴപ്പമില്ലാതൊക്കെ പോകുന്നു, വലിയ തട്ടുമുട്ട് കേടുകളൊന്നും ഇല്ല, അങ്ങനെയൊക്കെ ഇരിക്കുന്ന ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അങ്ങനെ കരുതുന്നവൻ ഒന്നുകൂടി വിശുദ്ധീകരിക്കണം. അപ്പോൾ ശരീരത്തിൻ്റെ വെടിപ്പ് മാത്രമല്ല, ആത്മാവ് ഹൃദയവും നല്ല വെടിപ്പായിക്കൊണ്ടിരിക്കണം. ഉദാഹരണം പറഞ്ഞ് നമ്മളിപ്പോൾ ഒരു ഫംഗ്ഷനൊക്കെ നടക്കാൻ പോവാണ്, അല്ലെങ്കിൽ വീട് വെഞ്ചരിക്കാൻ വേണ്ടി പോവാണ്, പുതിയ വീട് പണിത്, അപ്പോൾ എല്ലാം തുടച്ച് വെറുതാക്കി, എന്നാലും വെഞ്ചരിപ്പിന് ലാസ്റ്റ് ഒരു മൊപ്പൊക്കെ എടുത്തൊരു ഒരു പരിപാടി ഉണ്ടല്ലോ, ഒന്നങ്ങ് വെടിപ്പാക്കണം. ഹല്ലേലൂയ. അവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്കത് മനസ്സിലാക്കുന്ന രീതിയിൽ നിങ്ങൾക്കത് വായിക്കാം. ചാവ് ദോഷങ്ങളിൽ നിന്നും ഒരാത്മാവ് മുക്തമായിരിക്കണം. അത് മാത്രമല്ല, മനഃപൂർവ്വമുള്ള തെറ്റുകളിൽ നിന്നും അശ്രദ്ധ മൂലമുള്ള തെറ്റുകളിൽ നിന്നും ആത്മാവ് ഒഴിഞ്ഞു നിൽക്കണം. നിസാര കാര്യങ്ങളിൽ പോലും വിശ്വസ്തത ഇല്ലാതിരുന്നാൽ ആത്മാവ് തൽക്ഷണം കളങ്കിതമാവും. എന്ന് പറഞ്ഞാൽ എൻ്റെ ശാപദോഷം, മാരക പാപങ്ങളിൽ നിന്ന് നമ്മൾ ഒഴിഞ്ഞു നിൽക്കണം. അത് മാത്രം പോരാ, പിന്നെയോ മനഃപൂർവ്വമുള്ള ചില ഇൻറ്റൻഷൻ വെച്ചുള്ള ചില പ്രയോഗങ്ങളുണ്ട്, ചില വാക്കുകളുണ്ട്, അതൊക്കെ നമുക്ക് മനസ്സിലൊന്ന് കൊള്ളണമെന്ന് തന്നെ വെച്ചുകൊണ്ട് പറയുന്ന രീതികളുണ്ടല്ലോ, അങ്ങനത്തെയൊക്കെയുള്ള മേഖല ഒഴിഞ്ഞു നിൽക്കണം. പോരാ, ചിലപ്പോൾ നമ്മൾ അശ്രദ്ധയോടെ ചില കാര്യങ്ങൾ, ഇപ്പോൾ പള്ളിയിൽ പോകുന്ന കുമ്പിടണം, പക്ഷേ അശ്രദ്ധമായിട്ട് അങ്ങോട്ട് പോവുക. ഉദാഹരണം പറയുകയാണ്, ബൈബിൾ അശ്രദ്ധമായിട്ട്, അങ്ങനെ അശ്രദ്ധയോടെയുള്ള തെറ്റുകൾ, അശ്രദ്ധ വരുത്തുന്ന തെറ്റുകൾ, അതിൻ്റെ അർത്ഥം എന്താ? നല്ല ശ്രദ്ധയോടെ വേണം ഇങ്ങനത്തെ കാര്യങ്ങൾ, ഓരോ കാര്യങ്ങളും പെരുമാറാൻ. അല്ലെങ്കിൽ അപ്പനും അമ്മയെ പറഞ്ഞ സമയത്ത് കേട്ടില്ല എന്ന് വിചാരിച്ച് അങ്ങോട്ട് പോയി, ശരിക്കും അമ്മ എന്താ പറഞ്ഞെന്ന് കേൾക്കണം. പിന്നെ പറയാ, നിസാര കാര്യങ്ങളിൽ പോലും വിശ്വസ്തത ഇല്ലാതിരുന്നാൽ തൽക്ഷണ ആത്മാവ് കളങ്കിതമാവും. പ്രത്യേകിച്ച് സന്യാസ സമർപ്പിത വൈദിക ജീവിതമൊക്കെ നയിക്കുന്ന, അങ്ങനെ പരിശീലിക്കുന്നവർക്ക് പ്രത്യേകം ശ്രദ്ധിക്കണം. നിസാരമായ അവിശ്വസ്തത പോലും നല്ലതല്ല. അവരൊക്കെ പറഞ്ഞ ഹല്ലേലൂയ. അപ്പൊ ഈ ശാപദോഷങ്ങൾ എന്ന മനഃപൂർവ്വമുള്ള മേഖലകളിൽ നിന്ന്, അശ്രദ്ധമായ മേഖലകളിൽ നിന്ന്, നിസാരമായ അവിശ്വസ്തത, ഈ 3-4 കാര്യങ്ങളിൽ നല്ല ബെസ്റ്റ് ക്ലിയർ ആക്കി നല്ല വെടിപ്പായിട്ട് പോകണമെങ്കിൽ വേറെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞിരിക്കുക. ഒന്നാമത്തെ എന്താണെന്നറിയാം സഹോദരങ്ങളെ, ശരീരത്തിൻ്റെ അതിര് കടന്ന എല്ലാ സുഖാനന്ദവും നിഷേധിക്കണം. അതായത് നമ്മുടെ ആത്മാവ് ഹൃദയവും നല്ല വെടിപ്പുള്ളതായിട്ട് മാറാനുള്ള മാർഗങ്ങളെക്കുറിച്ച് പറയുകയാണ്. ശരീരത്തിന് അതിര് കടന്ന സുഖങ്ങളെല്ലാം നിഷേധിക്കണം. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് വേണമെങ്കിൽ ചാരി വിശാലമായിട്ട് ഇങ്ങനെ കിടക്കാം. ഇപ്പോൾ ഉദാഹരണം വിശുദ്ധ കൊച്ചദേശയുടെ ജീവചരിത്രമൊക്കെ വായിക്കുമ്പോൾ മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്, പല വിശുദ്ധരുടെയും ചിലപ്പോൾ ചാരുന്ന കസേരയിൽ ചാരാതിരിക്കുക എന്ന് ഞാൻ ശരീരത്തിൻ്റെ അതിര് കടന്ന, ഇപ്പോൾ ശരീരത്തിൻ്റെ ഭക്ഷണം കഴിക്കണം, ശരീരത്തിന് റെസ്റ്റ് വേണം, ഉറക്കം വേണം, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഓക്കെ, അതെല്ലാം ഓക്കെ, പക്ഷെ അതിര് കടന്ന സുഖാനന്ദങ്ങൾ ഉപേക്ഷിച്ച് തുടങ്ങണം. പിന്നെ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, അതായത് പ്രകൃത്യാതീതവും ദിവ്യവുമായുള്ള താല്പര്യത്തിന് ഉടലെടുക്കാത്ത എല്ലാ കാര്യങ്ങളോടുമുള്ള സ്നേഹത്തിൻ്റെ ഹൃദയത്തെ വെടിപ്പാക്കിക്കൊണ്ടിരിക്കണം. എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ നിന്ന് വരാത്ത, പരിശുദ്ധാത്മാവിനെ പ്രേരിതമല്ലാത്ത എല്ലാ തരത്തിലുള്ള കാര്യങ്ങളുള്ള സ്നേഹവും താല്പര്യം കുറച്ച് കൊണ്ടുവരണം. അടുത്ത കാര്യം പറഞ്ഞിരിക്കുന്നതാണ്, തെറ്റിലേക്ക് നയിക്കുന്ന ഓരോ കാര്യങ്ങളിൽ നിന്നും സ്വയം അകന്നിരിക്കണം. ഞാൻ പെട്ടെന്ന് പറഞ്ഞു നിങ്ങൾക്ക് സ്ക്രീനിൽ വായിക്കാമല്ലോ, അതുകൊണ്ട് പെട്ടെന്ന് പറഞ്ഞു പോവാണ്. ഇനി 4-മത്തെ ഒരു കാര്യം, അത് കുറച്ച് ശ്രദ്ധിക്കാൻ നല്ലതാണ്. ഭൗമികമായതെല്ലാം, കഴിഞ്ഞു പോയതോ നടന്നുകൊണ്ടിരിക്കുന്നതോ വരാൻ പോകുന്നതോ ആയവയെക്കുറിച്ചുള്ള എല്ലാ ആകുലതയും ചിന്തകളിൽ നിന്ന് പുറന്തള്ളണം. ഇതിനകത്ത് 4-മത്തെ കാര്യം ഞാൻ ഇച്ചിരി ഒന്ന് കൂടുതൽ പറയാൻ ആഗ്രഹിക്കുക. നമ്മുടെ മനസ്സ് ശരിക്കും പറഞ്ഞപ്പോൾ ആദ്യം പറഞ്ഞ മേഖലകളുണ്ടല്ലോ, അതിനകത്ത് നിന്നെല്ലാം ഒരു വരുന്നപ്പോൾ മനഃപൂർവ്വം തെറ്റിലേക്ക് പോകുന്നില്ല, അല്ലെങ്കിൽ ശരീരത്തിൻ്റെ സുഖാനുഭവങ്ങളൊക്കെ നമ്മൾ വിടാൻ റെഡിയാണ്, അങ്ങനെ ലോകത്തിൻ്റെ സൃഷ്ടികളോട് അങ്ങനെ താല്പര്യങ്ങൾ അതെല്ലാം നമ്മൾ ഓക്കെയാണ്, പിന്നെ മനഃപൂർവ്വമായുള്ള തെറ്റുകളൊക്കെ ഇല്ല, പിന്നെ ചാവുദോഷങ്ങളും ഇല്ല, പിന്നെ കുറച്ച് അശ്രദ്ധ അത്രയൊക്കെ ഉള്ളതെന്ന് കരുതുക. അപ്പം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതൊക്കെയാണെങ്കിൽ ഈ ഒരു പ്രശ്നം വലിയ പ്രശ്നമാണ്. ഒന്നുകൂടെ വായിച്ചു നോക്കിയേ, കഴിഞ്ഞു പോയതോ നടന്നുകൊണ്ടിരിക്കുന്നതോ വരാൻ പോകുന്നതോ ആയവയെക്കുറിച്ചുള്ള ആകുലത. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ വലിയൊരു അപകടമാണ് ഈ ആകുലത എന്ന് പറയുന്നത്. ഒന്നാന്നുണ്ടെങ്കിൽ കഴിഞ്ഞ കാലത്തിൽ ഏതെങ്കിലും ജാമ്പവാന്റെ കാലത്ത് സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച്, ബന്ധങ്ങളെക്കുറിച്ച്, അവിടെ വഴക്ക് ഇവരെ വഴക്ക്, അങ്ങനെ പെരുമാറി ഇങ്ങനെ പെരുമാറി, അത് ഇത് ഇങ്ങനെ മനസ്സിങ്ങനെ 24 മണിക്കൂർ സെൽഫ് ടോക്ക്.
അല്ലാന്നുണ്ടെങ്കിൽ വെറുതെ ഇങ്ങനെ ഇന്നീ കഴിഞ്ഞപ്പോൾ രാവിലെ എന്നിട്ട് അത് ചെയ്യണം ഇത് ചെയ്യണം അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചിന്തിച്ച് ആകുലത. അല്ലാന്നുണ്ടെങ്കിലോ 2 മാസം കഴിഞ്ഞിട്ട് വരാൻ പോകുന്ന കാര്യം ഇപ്പോൾ തന്നെ ഉൾക്കേണ്ട ആകുലത. ഇത് നമ്മുടെ ആത്മാവിനൊരു നാശമാണ് സഹോദരങ്ങളെ. അനേക വിശുദ്ധാത്മാക്കൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതായത് ആത്മാവിനെ ദൈവത്തിനെ ഉയർത്തിക്കൊണ്ട് പോകാൻ പറ്റിയല്ല. എങ്ങനെ സിംഹാസനം വരും? പ്രൈസ് ദി ലോർഡ്. ഇത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. പിന്നെ ഉള്ളത് 2 കാര്യങ്ങൾ. അതായത് ആത്മാവ് നല്ല വെടിപ്പാകണം, ഹൃദയം വെടിപ്പാകണം എന്ന് പറഞ്ഞല്ലോ. പിന്നെ ഒരു 2 കാര്യം കൂടെ. അത് വളരെ സിമ്പിളാണ്. നിങ്ങൾ ഇപ്പം പറഞ്ഞതിലെ ഈ 4 കാര്യം പ്രധാനമായിട്ട് അങ്ങോട്ട് ഓർത്തച്ചാൽ മതി. ഒന്നാമത്തെ കാര്യത്തിലെ 4 എണ്ണം ശരിക്കും മനസ്സിലൊന്ന് ഓർത്തച്ചാൽ അത് കാര്യങ്ങൾ ശരിയാവും. പ്രൈസ് ദി ലോർഡ്. അതിന് കൂടെ ചേർത്ത് പറഞ്ഞ രണ്ടാമത്തെ ഒരു കാര്യം ഇങ്ങനെയാണ്. അതായത് നമ്മുടെ ആത്മാവ് നല്ല സ്വതന്ത്രമായിരിക്കണം. അത് ഒന്നിനോട് കെട്ടപ്പെടാൻ പാടില്ല. അതങ്ങനെ നമ്മുടെ ആത്മാവിൽ പരിശുദ്ധാത്മാവിൽ പ്രവർത്തിക്കാൻ നല്ലൊരു സ്വാതന്ത്ര്യം വേണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശരീരത്തോടോ ലോകത്തോടോ സൃഷ്ടവസ്തുക്കളോടോ ആത്മാവ് കെട്ടപ്പെടാൻ പാടില്ല. ഒന്നിലും കെട്ടപ്പെടാൻ പാടില്ല. ആത്മാവ് നല്ല ഫ്രീ ആയിട്ടിരിക്കണം. അതുകൊണ്ടാണ് അമ്മ തെരേസ പറയുന്നത്, നിങ്ങളുടെ അതായത് സൃഷ്ടികളിൽ നിന്ന് ഹൃദയത്തെ വേർപെടുത്തി ദൈവത്തെ അന്വേഷിക്കാൻ തുടങ്ങുക. ഉറപ്പായിട്ടും ദൈവത്തെ നമ്മൾ കണ്ടെത്തും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. മൂന്നാമത്തെ കാര്യം വളരെ സിമ്പിൾ. അതിതാണ് സഹോദരങ്ങളെ. അതായത് ഇങ്ങനെ നമ്മൾ പോകുന്നതിൻ്റെ ഇടയ്ക്ക് ഏതെങ്കിലും ഒരു വീഴ്ച വന്നെന്ന് വിചാരിക്കുക. അങ്ങനെ ഒരു വീഴ്ച വന്നു കഴിഞ്ഞാൽ വേഗം കർത്താവേ എന്നൊരൊറ്റ നിലവിളി. അങ്ങനെ നിലവിളിക്കുന്ന ആത്മാവിനെ വിശുദ്ധ ജോൺ മരിയ വിanney മനോഹരമായിട്ട് കാര്യം പറഞ്ഞിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഒരു വീടിന് തീ പിടിക്കുകയാണെങ്കിൽ ആ വീടിനകത്തൊരു കുഞ്ഞകപ്പെട്ടെന്ന് വിചാരിക്കുക. അമ്മ പുറത്താൻ വിചാരിക്കുക. അമ്മ വീടിനകപ്പത്തിനകപ്പെട്ട ആ കുഞ്ഞിനെ രക്ഷിക്കാൻ തീ മറികടന്ന് തീയെ കൂടി ചിന്തിക്കാതെ ഓടി ആ വീടിൻ്റെ അകത്തേക്ക് ആരെയും വകവയ്ക്കാതെ ഓടി കയറുന്നത് പോലെ ഒരു ബലഹീനതയിൽ അകപ്പെട്ട ഒരു പാപി എൻ്റെ കർത്താവ് എന്നെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞ് നിലവിളിച്ച് കഴിഞ്ഞാൽ ആ അമ്മ വീടിൻ്റെ ഉള്ളിലേക്ക് ഓടിക്കയറുന്നതിനേക്കാൾ 10,000 മടങ്ങ് വേഗത്തിൽ സ്വർഗപിതാവ് ഈ പാപിയുടെ നിലവിളിക്കുന്നവൻ്റെ അടുത്ത് വരുമെന്നാണ് ദൈവത്തിൻ്റെ അല്ലെങ്കിൽ മരിയ വിanney വെളിപ്പെടുത്തുന്നത്. ഉച്ചത്തിൽ പറയാം ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അതെല്ലാം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളായതുകൊണ്ട് ഞാൻ അധികം വിശദീകരിക്കാത്തത്. പശ്ചാത്തപിക്കുന്നവർക്ക് തിരിച്ചു വരാൻ അവിടുന്ന് അവസരം നൽകുന്നുള്ള പ്രഭാഷണ പുസ്തകത്തിലെ വചനമാണ്. സൃഷ്ടവസ്തുക്കളിൽ നിന്ന് ശരീരത്തിൽ നിന്ന് ഒക്കെ ലോകവസ്തു ആത്മാക്കളെ വേർപെടുത്തണം. അത് നിങ്ങൾക്ക് അറിയാം. അതല്ലേ കർത്താവിനെ പറഞ്ഞു, ഈ ലോകത്തെയോ അതിലെ മോളെ നിങ്ങൾ സ്നേഹിക്കരുത്. പ്രൈസ് ദി ലോർഡ്. അതെല്ലാം നമ്മൾ ഓക്കെ ചെയ്യാം. പക്ഷേ ഈ ആദ്യം പറഞ്ഞ കാര്യത്തിൽ ഒരു ഉച്ചരപ്പെടുത്തം വേണം. ആകുലതകളിൽ നിന്ന് വിടുതൽ പ്രാപിക്കണം സഹോദരങ്ങളെ. ആകുലതകളിൽ നിന്ന് വിടുതൽ പ്രാപിക്കണം. പ്രൈസ് ദി ലോർഡ്. നിസാരമായ അവിശ്വസ്തതകൾ അതുപോലെ മാറ്റണം. അശ്രദ്ധ മൂലമുള്ള തെറ്റുകൾ അതുപോലെ മാറ്റണം. അങ്ങനെ ഹൃദയത്തെ ആത്മാവ് നല്ല വെടിപ്പുള്ളതാക്കണം. കർത്താവ് പ്രത്യേകം അനുഗ്രഹിക്കട്ടെ. സങ്കീർത്തനം 26-ാം തിരുവചനം. ഞാൻ എൻ്റെ അവസ്ഥ വിവരിച്ചപ്പോൾ അവിടുന്ന് എനിക്ക് ഉത്തരമരുളി. പ്രിയമുള്ള സഹോദരങ്ങളെ, കേട്ട വചനത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മുടെ അവസ്ഥകളെല്ലാം കർത്താവിനോട് പറയുകയാണ്. ദൈവമേ, എനിക്ക് ആകുലത, എൻ്റെ ആത്മാവ് പറന്നുയരാൻ, സ്വർഗത്തിൻ്റെ സിംഹാസനം എൻ്റെ ഹൃദയത്തിൽ ഉറയ്ക്കാൻ വലിയൊരു തടസ്സമാണ്. ഞാൻ എത്ര ശ്രമിച്ചിട്ടും ഒന്നെങ്കിൽ കഴിഞ്ഞ കാലങ്ങളോ അല്ലെങ്കിൽ ഇന്നത്തേതിൻ്റെയോ അല്ലെങ്കിൽ നാളത്തിൻ്റെ എന്തെങ്കിലും ഒരു ആകുലത എപ്പോഴും എന്നെ കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് കർത്താവേ. അത് ആവശ്യമില്ല എന്ന് ഞങ്ങൾക്കറിയാം, പക്ഷേ പറ്റുന്നില്ല. ആകുലത മൂലം ആയുസിൻ്റെ ഒരു ദൈർഘ്യം അല്പം പോലും വർദ്ധിപ്പിക്കാൻ സാധിക്കില്ലെന്ന് അങ്ങ് വചനത്തിൽ പറഞ്ഞതറിയാം, പക്ഷേ പറ്റുന്നില്ല കർത്താവേ. ദൈവമേ, ആത്മാവെല്ലാം സ്വാതന്ത്ര്യം പ്രാപിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഏതെങ്കിലും സൃഷ്ടികളിൽ അല്ലെങ്കിൽ ലോകത്തിൽ അല്ലെങ്കിൽ ശരീരത്തിൻ്റെ എന്തെങ്കിലും കാര്യത്തിൽ ആത്മാവ് ഒട്ടക്കി കിടക്കുകയാണ്. ദൈവമേ സഹായിക്കണം. ഒരു വീഴ്ച ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ അതിനകത്ത് പരിതപിക്കുകയാണ്. ദൈവമേ, വിശുദ്ധ കൊച്ചു ത്രേസ്യ പറഞ്ഞത് ഓർക്കുകയാണ്. എനിക്കൊരു വിശുദ്ധയാകണം, ഒരാഗ്രഹമുണ്ട്. സ്വർഗത്തിൽ അങ്ങയുടെ അടുത്തിരിക്കണം, ശുദ്ധീകരണത്തിൽ ആത്മാക്കളെ നേടണം, ഓരോ സെക്കൻഡിൽ ദൈവകഥ നിറവേറ്റണം. പക്ഷേ എന്നെക്കൊണ്ടൊന്നും കഴിയില്ല. അതുകൊണ്ട് അവിടുന്ന് തന്നെ എൻ്റെ പുണ്യമായിരിക്കണം, അവിടുന്ന് തന്നെ ഇതെല്ലാം ചെയ്യണം. കർത്താവെ, അവിടുന്ന് മാത്രമാണ് സഹായം. ഈ ഒരവസ്ഥയിൽ നമ്മുടെ നിസ്സഹായത എല്ലാം ഏറ്റുപറഞ്ഞ് ഓരോരുത്തരും പ്രാർത്ഥിക്കട്ടെ. യേശുവേ, യേശുവേ
ശരീരത്തിന്റെ അതിര് കവിഞ്ഞ സുഖങ്ങൾ വിടാൻ കർത്താവ് കൃപ നൽകട്ടെ. യേശുവേ യേശുവേ നീ മാത്രമേ സഹായം. മനസ്സിനെ മാറ്റാൻ പറ്റാത്ത ആകുലന്ന കർത്താവ് വിടുതൽ നൽകുന്നു. യേശുവേ യേശുവേ നീ മാത്രമേ സഹായം. കൈകൾ ഉയർത്തി വിളിക്കുന്നു ഈശോയേ. ഈശോയേ